ഒരു ചെറിയ ഇൻസിഡൻറ്റും അതിൽ നിന്ന് പഠിച്ച വലിയ പാഠങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. കഴിഞ്ഞ ഡിസംബറിൽ ഞാനും എൻ്റെ അനിയനും കൂടെ മുംബൈയിലേക്ക് ഒരു ചെറിയ യാത്ര പോയിരുന്നു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമാണ്. ഒരു ദിവസം ലഞ്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തുള്ള ഫേമസ് ബാഗ്ദാദി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അവിടെ ചെന്നപ്പോൾ ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂ ആണ്. ഞങ്ങൾ രണ്ടുപേരും ക്യൂവിൽ നിന്നപ്പോഴാണ് ഒരു ബോർഡ് ശ്രദ്ധിച്ചത്. കാർഡ് ഓർ UPI നോട്ട് അക്സെപ്റ്റഡ്, ഓൺലി ക്യാഷ്. രണ്ടുപേരും കയ്യിൽ നോക്കിയപ്പോൾ 500 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത അവസ്ഥ. ഞാൻ ക്യൂവിൽ നിന്നിട്ട് അനിയൻ ക്യാഷ് എടുക്കാൻ ATM-ലേക്ക് പോയി. അവർ 5 മിനിറ്റിനുള്ളിൽ ക്യാഷ് എടുത്ത് തിരിച്ചു വന്നു. അകത്ത് കയറി ലാവിഷായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എന്നാൽ തിരിച്ചിറങ്ങിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. അവൻ ഡെബിറ്റ് കാർഡ് വഴിയല്ല, ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ക്യാഷ് വിഡ്രോ ചെയ്തത്. ചെറിയ എന്തെങ്കിലും ചാർജ് വരുമെന്ന് കരുതി ആശ്വസിച്ച് ഞങ്ങൾ പോകുന്നു. പക്ഷെ ശരിക്കും ഞെട്ടിയത് അടുത്ത മാസത്തെ ബില്ല് ജനറേറ്റ് ആയപ്പോഴാണ്. 1000 രൂപ ക്യാഷ് വിഡ്രോ ചെയ്തതിന് ഞങ്ങൾക്ക് വന്ന ചാർജ് 500 രൂപയാണ്. HDFCയുടെ പോളിസി പ്രകാരം വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ 2.5% അല്ലെങ്കിൽ 500, വിച്ച് എവർ ഈസ് ഹയർ, അതാണ് അവർ ക്യാഷ് വിഡ്രോവലിന് ചാർജ് ചെയ്യുക. ഇതിൽ നിന്ന് പല പാഠങ്ങളും ഞാൻ പഠിച്ചു. പോയിന്റ് 1, എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കരുതുക. കാരണം മിക്കപ്പോഴും UPIയോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്ത സാഹചര്യം നാം ഫേസ് ചെയ്യേണ്ടി വരും. പോയിന്റ് 2, ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് ജനറേറ്റ് ചെയ്താൽ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ കാര്യമായി അനലൈസ് ചെയ്യുക. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളവർ. ക്രെഡിറ്റ് കാർഡ് ബില്ല് അനലൈസ് ചെയ്യുന്നതിലൂടെ ബാങ്ക് നമുക്ക് ചാർജ് ചെയ്തിരിക്കുന്ന ഹിഡൻ ചാർജസ്, നമ്മുടെ സ്പെൻഡ് ക്രൈറ്റീരിയ, ഓവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാറ്റഗറി ഉണ്ടെങ്കിൽ അവ എന്നിവ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇത് മാത്രമല്ല, നാം ക്രെഡിറ്റ് കാർഡിലൂടെ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾക്കെല്ലാം നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കാർഡിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കാറ്റഗറികൾ ഏതാണ്, നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന റിവാർഡുകളിൽ എക്സ്പയർ ആകാൻ പോകുന്ന റിവാർഡ് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ബിഗിനർ ആണെങ്കിലും എത്ര എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ അനുഭവിച്ച് തന്നെ പഠിക്കാൻ പറ്റൂ. ആൻഡ് എ സ്മോൾ തിങ്, മംഗലാപുരം വരെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്പീരിയൽ ഹോട്ടലിലെ ഡ്രാഗൺ പനീർ ട്രൈ ചെയ്യുക. ഇറ്റ് വാസ് റിയലി ഗുഡ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ സച്ച് ഇൻഫോ. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.